Hello, welcome back to my channel. If you found the one, you should never give her up. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഇൻട്രോ പ്ലസ് ഡേ ഇൻ മൈ ലൈഫ് വിചാരിച്ചു. ആർക്കും എന്നെക്കുറിച്ച് അറിയുന്നില്ലല്ലോ, അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷനും വിത്ത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. കൈവേദനയുണ്ടായിരുന്നു ഗൈസ്. പിന്നെ പുറത്തത്തെ ഒച്ചയെല്ലാം ഉണ്ടാവും. നല്ല മഴയാണ്, കറണ്ടില്ല. ഈ ഫോൺ എപ്പോൾ ഓഫാവുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. ഇതിന് ചാർജ് കുറവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, എൻ്റെ പേര് ജിഷ്ണ ശ്രീജിത്താണ്. ഞാൻ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ പുതിയതെരു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഒരു 3 month കോഴ്സ് ഉണ്ടായിരുന്നു, അത് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, സ്വസ്ഥം സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 3 month കോഴ്സ് പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചത്. പിന്നെ എന്താ അതിനെക്കുറിച്ച് അറിയേണ്ടത്? എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, ഞാൻ, അമ്മമ്മയാണ്. തൊട്ടപ്പുറത്ത് ആപ്പൻ, ആൻറ്റി, ഐറ. ഇടയ്ക്ക് എൻ്റെ വീഡിയോയിലെല്ലാം കാണാറുണ്ട് ഒരു ചെറിയ കുട്ടീനെ, അവിടെയാണ് ഐറ. ഞാൻ ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. ഇനി വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു ആ ഫോണിൻ്റെ ചാർജ് തീരാനായി എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് കറണ്ട് വന്നത്. കറണ്ട് മഴ ആയതുകൊണ്ട് എന്നും കറണ്ട് പോക്കും വരവുമാണ്. അപ്പോൾ ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുത്തി വെച്ചതാണ്. ഇതിന് അത്യാവശ്യം ചാർജ് ഉണ്ട്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഇതാണ്. അപ്പോൾ പിന്നെ ചാർജ് ഇട്ടിട്ട് എൻ്റെ ഫോണാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നോക്കട്ടെ. ദോശ, ചമ്മന്തി. ദോശയും ചമ്മന്തിയാണ് ഗൈസ്. ചമ്മന്തി എനിക്ക് അത്ര ഇഷ്ടമല്ല, പിന്നെ കൂട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. കഴിച്ചിട്ട് പറ്റേ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ല മഴയാണ്. നല്ല മഴ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, മൈക്കൊന്നുമില്ല, അതുകൊണ്ട് കേൾക്കുമെന്നറിയില്ല. ഞാൻ വീട്ടിൻ്റെ മുന്നോട്ടേക്കൊന്ന് പോയതാണ്. നല്ല മഴയാണ്. അപ്പോഴൊരു ലെറ്റർ കണ്ടത്. ലെറ്ററല്ല, ഒരു ബുക്കാണ്. അത് യുവതാരേൻ്റെ ബുക്കാണെന്ന് തോന്നുന്നു. അത് ആൻറ്റിക്കുള്ളതാണ്. അങ്ങനെ നല്ല മഴയാണ്, വിത്ത് കാറ്റും. ഭയങ്കരമായ കാറ്റുമുണ്ട്, മഴയും ഉണ്ട്. അപ്പോൾ കറണ്ട് വന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ആൻറ്റിക്കുള്ളതാണ്. കറണ്ട് വീണ്ടും പോയി ഗൈസ്. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും, പോയി വന്ന് അങ്ങനെയായിരിക്കും ഉണ്ടാവുക കറണ്ടൊക്കെ. പിന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ സംഭവിക്കാനില്ല. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കാറ്. ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് ഞാൻ. ഇതിലെ ചാർജ് വെറും 37 ഉണ്ട്. അത്ര ഓഫായിപ്പോയി ഗൈസ്. 37 ഉണ്ട് അത്ര. എത്രത്തോളം ഈ വീഡിയോ പോകുമെന്ന് എനിക്കറിയില്ല. ഫോണിൽ ചാർജ് കുറവാണ്, 37 ഉള്ളൂ അതിൽ. പിന്നെ ഇതിലാണ് എടുക്കേണ്ടത്. ഇതിലാണെങ്കിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല. നോക്കാം കറണ്ട് എപ്പോൾ വരും പോകും എന്ന് അറിയില്ലല്ലോ. ചിലപ്പം വന്ന് പോവുകയും ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ വന്ന് പോവുകയാണെങ്കിൽ ആ ടൈമൊക്കെ ഫോൺ ചാർജ് ചെയ്യാൻ മാക്സിമം നോക്കാം. ഗൈസ്, അങ്ങനെ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആളോട് സംസാരിച്ചു. ഒരു ആൻറ്റിയാണ്, ആളോട് സംസാരിച്ചു. ഇപ്പം ഞാൻ അടുക്കളയിലാണ് നിൽക്കുന്നത്.
ആ സമയം 12:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കേണ്ട സമയം 1:30 കഴിയും. 2 മണിയൊക്കെ ആവുമേ ഫുഡ് കഴിക്കാൻ. ഐഡിയില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടിക്കുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മറ്റേ ഫോണിൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിൽ 37 ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിപ്പോൾ മേലെ വന്ന് എൻ്റെ റൂമിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് പുതിയൊരു പോകണം, ത്രെഡ് ചെയ്യണം. ത്രെഡ് ചെയ്ത് വന്ന് ഒരുപാടായിട്ടുണ്ട്. ത്രെഡ് ചെയ്യാൻ പോകണം. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ട്. വിടുമോയെന്നറിയില്ല, നോക്കട്ടെ, ചോദിച്ചു നോക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുകൾ. ഓക്കേ. പിന്നെ കുറച്ച് സമയം ഞാൻ ലാപ്പിൽ വീഡിയോസൊക്കെ കണ്ടിരുന്നു. യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടിരുന്നു. അപ്പോഴേക്ക് കറണ്ടൊക്കെ പോയി. പിന്നെ വീണ്ടും ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ച ശേഷമായിരുന്നു എനിക്ക് ഓർമ്മ വന്നത് ഫുഡ് കഴിക്കേണ്ട വീഡിയോ എടുക്കണമെന്ന്. മറന്നുപോയി. ഞാൻ എൻ്റെ മറ്റേ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, അതിപ്പോൾ ഈ കറണ്ട് പോയി വന്ന് കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാനും പറ്റാത്ത അവസ്ഥയും അതടുത്ത് ചാർജ് ആവുന്നുമില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ റൂമിൽ വന്നിട്ട് എൻ്റെ റൂമിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ചാർജ് ആവുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ പോയി വന്ന് കളിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പം 40 ഇപ്പം ഞാൻ ഇവിടുന്ന് കുത്തിയപ്പം 26, 36 അത്രയേ കണ്ടുള്ളൂ. ഇപ്പം 40 ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ആയിക്കോളും. ഇനി ഞാൻ ലൂസിഫറിൻ്റെ ബാക്കി കാണട്ടെ. ഗൈസ്, ഞാൻ ത്രെഡ് ചെയ്തു. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ ഒന്ന് പുതിയൊക്കെ പോയിട്ട് വന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ് ഓർത്ത്. അപ്പോൾ അങ്ങനെ ത്രെഡൊക്കെ ചെയ്തിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇനി എനിക്കുള്ളൊരു പണി വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്കൂൾ തുറക്കാനായല്ലോ. സ്വാഭാവികമായിട്ട് പൊതിയിടാനും അതിനൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം പൊതിയിടാൻ വേണ്ടി പോയിട്ട് വരാം. ഗൈസ്, ഞാനപ്പോൾ നാളെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്. അതിൻ്റെ വീഡിയോയും വരും. അത് ചിലപ്പോൾ ഷോർട്സ് ആയിട്ടായിരിക്കും വരാനുള്ള ചാൻസസ് കാണുക. ചിലപ്പം ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ ഉണ്ടാവുമെന്നറിയില്ല, നോക്കാം. അപ്പം എന്താവുമെന്നറിയില്ല, കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സൊന്നും മഴ ആയതുകൊണ്ട് ഉണങ്ങുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. 2 ദിവസം സ്റ്റേ ആണ്. എവിടെയാണ് പറഞ്ഞില്ല അല്ലേ. ഞാൻ കോഴിക്കോടാണ് പോകുന്നത്. എൻ്റെ ആപ്പൻ്റെ വീടുണ്ട് അവിടെ ആൻറ്റിയും എൻ്റെ അനിയത്തിയും അനിയനും ഒക്കെ ഉണ്ട്. ഓക്കെ, 2 ദിവസം അവിടെ നിൽക്കും. നാളെ പോകും. ശനിയാഴ്ച തിരിച്ചു വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഡ്രസ്സ് കാണിച്ചു. കുറച്ച് ഡ്രസ്സേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു, കിടക്കാൻ വേണ്ടി പോവാണ്. കിടക്കാനായില്ല, കുറച്ച് സമയം ഫോണൊക്കെ നോക്കി ഇരുന്നിട്ട് കിടക്കുള്ളൂ. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒരു സൈഡിലാക്കി എന്നിട്ട് കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. എൻ്റെ വീഡിയോ പുതിയ ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് പറയുക, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.